സംപൂജ്യരായ ഗുരുജനങ്ങളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ വേദഗ്രന്ഥമായ ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങൾ 500 എപ്പിസോഡുകളായി ഞാൻ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുകയാണല്ലോ. അതിൻ്റെ 10ാം ഭാഗമായ ചരിത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഈ വേദിയിൽ അവതരിപ്പിക്കുന്നു ബഥേൽ. എന്താണ് ബേഥേൽ? ബേഥേൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, യഹോവയായ ദൈവം വസിക്കുന്ന സ്ഥലം. മാത്രമല്ല, സ്വർഗത്തിന് ഒരു കവാടം. ഉൽപ്പത്തി പുസ്തകത്തിൽ സ്വർഗത്തിൻ്റെ കവാടമാണ് ഈ ബേഥേൽ. ആ ബേഥേൽ എന്ന് പറയുന്ന മഹത്തായ ചരിത്രമാണ് ഞാൻ ഇന്ന് കഥാപ്രസംഗ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പനായ ഇസ്ഹാക്കിൽ നിന്നും അനുഗ്രഹം വാങ്ങി, ജ്യേഷ്ഠനിൽ നിന്നും ജ്യേഷ്ഠാവകാശവും വാങ്ങി, വളരെ സന്തോഷപൂർവം കൂടാരത്തിലെത്തിയ യാക്കോബ് കണ്ട കാഴ്ച പരിഭ്രമിച്ചു നിൽക്കുന്ന അമ്മയായ റിബേക്കയാണ്. ചിന്താവിശിഷ്ടയായി നിന്നു അമ്മ, ലജ്ജകം പൊട്ടി പിളർന്നിടുന്നു. ചിന്താവിശിഷ്ടയായി നിന്നു അമ്മ, ലജ്ജകം പൊട്ടി പിളർന്നിടുന്നു. കുതന്ത്രങ്ങൾ കുന്തമുനകളായി ഹൃദയം കുത്തി തുളച്ചിടുന്നു. കുതന്ത്രങ്ങൾ കുന്തമുനകളായി ഹൃദയം കുത്തി തുളച്ചിടുന്നു. ഹൃദയം കുത്തി തുളച്ചിടുന്നു. മോനെ യാക്കോബേ, നീ എത്രയും വേഗം പ്രാണരക്ഷയ്ക്കായി ഓടിപ്പോവുക. നിന്നെ കാണുന്ന നിമിഷം യേശാവ് നിന്നെ കൊല്ലും. അത് കണ്ടു നിൽക്കുവാനുള്ള ശക്തി ഈ അമ്മയ്ക്കില്ല മോനെ, അമ്മയ്ക്കില്ല. ഒരു ദിവസം തന്നെ നിങ്ങൾ രണ്ടുപേരും അമ്മയ്ക്കില്ലാതെയാകുന്നത് എന്തിന്? അപ്പനായ ഇസ്ഹാക്ക് തൻ്റെ പ്രിയ മകനായ യാക്കോബിനെ അരികിൽ വിളിച്ചു, ചുംബിച്ചു, അനുഗ്രഹിച്ചു. മോനെ യാക്കോബേ, നീ എവിടെ പോയാലും അത്യുന്നതനായ ദൈവം നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്ന ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരും. നീ സന്താന പുഷ്ടിയുള്ളവനായി ദൈവം നിന്നെ അനുഗ്രഹിച്ച് നീ പരദേശിയായി പാർക്കുന്ന സ്ഥലം നിനക്ക് അവകാശമാക്കി തരും. മോനെ, നീ കനാനിൽ നിന്നും നിനക്ക് ഭാര്യയെ എടുക്കരുത്. പദനരാമിൽ പോവുക. ലാബാന്റെ പുത്രിമാരിൽ ഒരുവളെ നിനക്ക് ഭാര്യയായി നീ എടുക്കുക. റിബേക്ക യാക്കോബിന്റെ അരികിൽ വന്നു. മോനെ യാക്കോബേ, ഇതാ ഈ പൊക്കണ സഞ്ചിയിൽ ഒരു തുരുത്തി വെള്ളവും അപ്പവും ഒരു കൊമ്പ് എണ്ണയുമുണ്ട്. ഇവിടെ നിന്നും എത്രയും വേഗം നീ പുറപ്പെടുക പദാൻ അരാമിലേക്ക്. എൻ്റെ സഹോദരൻ ലാബാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളും. യാക്കോബേ, പൂർവദേശമായ പദ്ദനരാമിൽ ലാബാന്റെ സവിധത്തിൽ പോവുക നീ. പൂർവദേശമായ
വദനരാമിൽ ലാബാന്റെ സവിധത്തിൽ പോവുക നീ. കാലാന്തരങ്ങളിൽ ശാന്തമായിടും നാളിൽ, കാലാന്തരങ്ങളിൽ ശാന്തമായിടും നാളിൽ ഈ യുഗഭൂമിയിൽ വരിക നീ. കാലാന്തരങ്ങളിൽ ശാന്തമായിടും നാളിൽ ഈ യുഗഭൂമിയിൽ വരിക നീ. പൂർവദേശമായ വദനരാമിൽ ലാബാന്റെ സവിധത്തിൽ പോവുക നീ. യേശാവിൻ്റെ പക തീരുവോളം നീ അവനോടൊപ്പം താമസിക്കുക. നിന്റെ സഹോദരന് നിന്നോടുള്ള പക തീരുമ്പോൾ അമ്മ ആളയച്ച് നിന്നെ വിളിപ്പിക്കാം. ദേ യാക്കോബ് പോകുന്നു, ഭാണ്ഡക്കെട്ടും തോളിലിട്ട് കയ്യിലൊരു വടിയുമായി പോകുന്നത് കണ്ടില്ലേ യാക്കോബ്? ഏകനായി, ദുഃഖാർത്ഥനായി, വിഷണ്ണനായി, ആരും ആശ്രയമില്ലാതെ അകന്നകന്നു പോകുന്ന യാക്കോബിനെ അമ്മയായ റിബേക്ക നിറമിഴികളോടെ നോക്കി നിന്നു. കണ്ണുകൾ തുടച്ചുകൊണ്ട് അപ്പനായ ഇസഹാക്കിന്റെ അരികിലെത്തി. അവൻ പോയി റിബേക്ക, നീ വിഷമിക്കേണ്ട. അവൻ പോകുന്നിടത്തെല്ലാം യഹോവയായ ദൈവം അവനോട് കൂടെയുണ്ട്. യഹോവയായ ദൈവം അവനെ കൈവിടുകയില്ല. യഹോവയായ ദൈവം അവനെ ഉപേക്ഷിക്കുകയില്ല. റിബേക്ക ഇസഹാക്കിന്റെ അടുക്കൽ വന്നു. യജമാനനെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് റിബേക്ക? യേശാവ് കൊണ്ടുവന്ന ഹിദ്യ സ്ത്രീകൾ നിമിത്തം എനിക്ക് മനോവ്യസനമുണ്ടാക്കിയിരിക്കുന്നു. ചത്താൽ മതിയായിരുന്നു. റിബേക്ക, നീ എന്ത് വിവരക്കേടാണ് ഈ പറയുന്നത്? ഇതെല്ലാം കൂടാരത്തിന് പുറത്ത് കേട്ടുകൊണ്ടിരുന്ന യേശാവ് കൂടാരത്തിനകത്തേക്ക് വന്നു. അമ്മേ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തത് തെറ്റു തന്നെയാണ്. കാൽവഴുതി വീണു ഞാൻ കടലാഴങ്ങളിൽ, കാൽവഴുതി വീണു ഞാൻ കടലാഴങ്ങളിൽ. വശ്യമനോഹര രൂപത്തിൽ ഹിദ്യ സ്ത്രീകൾ തൻ വശ്യമനോഹര രൂപത്തിൽ, വശ്യമനോഹര രൂപത്തിൽ, വശ്യമനോഹര രൂപത്തിൽ. അപ്പനെ അമ്മയും സാന്ത്വനിപ്പിക്കുവാൻ പിന്നെ യേശാവ് പോയത് അബ്രഹാം പിതാവിൻ്റെ ഒന്നാമത്തെ പുത്രനായ ഇശ്മായേലിൻ്റെ അടുക്കലേക്ക്. ഇശ്മായേൽ യേശാവിനെ എതിരേറ്റു ചുംബിച്ചു. എന്താ യേശാവേ വിശേഷം? ആ വിശേഷം ഒന്നുമില്ല, ഞാൻ വലിയാപ്പനെ കാണുവാൻ വന്നതാണ്. എൻ്റെ കാര്യം അറിയാമല്ലോ. എൻ്റെ 2 ഭാര്യമാർ നിമിത്തം എൻ്റെ അപ്പനും അമ്മയ്ക്കും മനോവ്യസനം ഉണ്ടായിരിക്കുന്നു. അവരുടെ മനോവ്യസനം മാറ്റാൻ വേണ്ടി എൻ്റെ വലിയാപ്പൻ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. എന്താണ് യേശാവേ? പറയൂ. മഹലത്തിനെ എനിക്ക് ഭാര്യയായി തരേണം. എൻ്റെ ചേട്ടൻ ഇസഹാക്ക് സുഖമായിട്ടിരിക്കുന്നുവോ? ആ, അപ്പൻ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ കാഴ്ച തീരെയില്ല, കൂടാരത്തിൽ തന്നെ ഉണ്ട്. അമ്മയും സുഖമായിരിക്കുന്നു. ഇശ്മായേൽ യേശാവിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ തന്നെ തീരുമാനിച്ചു. മഹലത്തിനെ ഭാര്യയായി കൊടുക്കുവാൻ തീരുമാനിച്ചു. യേശാവ് പറഞ്ഞു, മഹലത്ത് ഭാര്യയായി വന്നാൽ എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്നും താങ്ങും തണലുമായിരിക്കും. ആ കാലത്ത് വിവാഹമെന്ന് പറയുന്നത് നമ്മുടെ വിവാഹങ്ങൾ പോലെയല്ല, 7 ദിവസത്തെ വിവാഹമാണ്. നവവരൻ
വധുവിനെ വിവാഹം കഴിക്കാൻ വിവാഹ നിശ്ചയം നടത്തിക്കഴിഞ്ഞാൽ ഒരു മേലങ്കി കൊടുക്കുക പതിവാണ്. മേലങ്കി. ഈ മേലങ്കിയും ധരിച്ചുകൊണ്ട് 7 ദിവസം വരുന്നവർക്ക് വിരുന്നു കൊടുക്കണം. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നാണല്ലോ. എന്നാൽ ഇവിടെ നടക്കുന്ന ഈ വിവാഹം സ്വർഗത്തിലല്ല, ഭൂമിയിലാണ്. കാരണം ഏശാവ് ആരെയാ കല്യാണം കഴിക്കാൻ പോകുന്നത്? ഇശ്മായേലിൻ്റെ മകളെ. ഇശ്മായേലിൻ്റെ കൂടാരമുറ്റത്ത് ബന്ധുക്കളും ചാർച്ചക്കാരും ഒരുമിച്ച് കൂടി ഏശാവിനും മഹലത്തിനും ചുറ്റും നിന്നു കൊട്ടും പാട്ടും നൃത്തവും. അലയും മേഘമേ അണയും എവിട നിങ്ങൾ, അലയും മേഘമേ അണയും എവിട നിങ്ങൾ, രാവിൽ മാറിലോ പുലരിൻ കവിളിലോ, രാവിൽ മാറിലോ പുലരിൻ കവിളിലോ, അലയും മേഘമേ അണയും എവിട നിങ്ങൾ. സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, ഞാനിവിടെ നിങ്ങൾക്ക് 2 പേരെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് യേശാവിനെ, ഉല്ലാസവും വിനോദവും പകയും തീപ്പന്തമാക്കി നടക്കുന്ന യേശാവിനെ. 2 നാടും വീടും ഉപേക്ഷിച്ച് പ്രാണരക്ഷയ്ക്കായി ഓടിപ്പോകുന്ന യാക്കോബിനെ. യഹോവയായ ദൈവം യേശാവിനെ കൈക്കുടഞ്ഞു കളഞ്ഞു, ഉപേക്ഷിച്ചു കളഞ്ഞു. ദൈവം യാക്കോബിനെ രൂപാന്തരപ്പെടുത്തുകയാണ്. എന്താണ് ഈ രൂപാന്തരപ്പെടുത്തുക എന്ന് നമുക്കറിയാമല്ലോ. ഉലയിൽ ചുട്ടുപഴുപ്പിച്ച് ചുറ്റികയാൽ അടിച്ച് വീണ്ടും ഉലയിൽ ചുട്ടുപഴുപ്പിച്ച് ചുറ്റികയാൽ അടിച്ച് പതിരും ചാരവും കളഞ്ഞ് പരിശുദ്ധമാക്കിയെടുക്കും ദൈവം. അങ്ങനെയാണ് ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നത്. അങ്ങനെ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് യഹോവയായ ദൈവം യാക്കോബിനെ. മരുഭൂമിയും വനാന്തരങ്ങളും താണ്ടി തോളിൽ ഭാണ്ഡക്കെട്ടുമായി ദാ പോവുകയാണ് യാക്കോബ്. നേരം പുലരുന്നു, സന്ധ്യയാകുന്നു, രാത്രിയാകുന്നു. വീണ്ടും പുലരുന്നു, സന്ധ്യയാകുന്നു, രാത്രിയാകുന്നു. അങ്ങനെ എത്ര പുലരികൾ, സന്ധ്യകൾ, രാത്രികൾ. യാക്കോബ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ലൂസ് എന്ന പട്ടണത്തിൽ. ലൂസ് എന്നാൽ നമുക്കറിയാമല്ലോ, ഉറപ്പില്ലാത്ത, ബലമില്ലാത്ത എന്നൊക്കെയാണല്ലോ. യാക്കോബ് ഒരു വെളിമ്പ്രദേശം കണ്ടു. അവിടെ തൻ്റെ ഭാണ്ഡക്കെട്ട് ഇറക്കി വെച്ചു. അല്ല, യാക്കോബ് അവിടെ എന്തെടുക്കുകയാണ്? തുരുത്തിയിലെ വെള്ളം കുടിക്കുകയാണ്, അപ്പം കഴിക്കുകയാണ്. യാക്കോബ് ആകാശത്തേക്ക് നോക്കി. എന്തിരുട്ടാണ്, നക്ഷത്രങ്ങളൊക്കെ എവിടെ? ഓ, അവർക്കും വേണ്ടേ വിശ്രമം, വിശ്രമിക്കുകയാകാം. എന്തായാലും ഈ രാത്രിയിൽ ഇവിടെ തന്നെ കഴിച്ചു കൂട്ടുക. തലയിൽ വയ്ക്കാനൊന്നും കാണുന്നില്ലല്ലോ. ദാ കിടക്കുന്നൊരു കല്ല്. യാക്കോബ് ആ കല്ല് കയ്യിലെടുത്തു. ഇത്രയും അടുക്കും ചിട്ടയും വൃത്തിയുമുള്ള കല്ല് ആരാ ഇവിടെ കൊണ്ടിട്ടത്? ആര് കൊണ്ടിട്ടാലെന്താ, എനിക്ക് തലേണയായി വയ്ക്കാനൊരു കല്ല് കിട്ടിയല്ലോ. അവിടെ ഒക്കെ യാക്കോബ് വൃത്തിയാക്കുകയാണ്. എന്തോന്ന് വൃത്തിയാക്കുകയാണ്? കൈകൊണ്ട് ഒരു പ്രയോഗം, അത്ര തന്നെ. യാക്കോബ് അവിടെ കിടന്നു. ആ കല്ലെടുത്ത് തലേണയായി വെച്ചു. എല്ലായിടവും അന്ധകാരം നിറഞ്ഞ കുറ്റാക്കൂരിട്ട് യാക്കോബ് മലർക്കെ കിടന്നു. ആകാശത്തേക്ക് നോക്കി. ഹായ്, രാത്രി മേഘങ്ങൾ അലിഞ്ഞലിഞ്ഞു പോകുന്നു. യാക്കോബ് കിടന്നതും ഉറങ്ങിയതും ഒരേ സമയം. ഉറക്കത്തിലൊരു സ്വപ്നം. ആകാശത്തിന്റെ കിളിവാതിലുകൾ ദാ തുറന്നു വരുന്നു. സ്വർഗം മുതൽ ഭൂമി വരെ എത്തുന്ന ഒരു കോവണി. ആ കോവണിയിലൂടെ ദൈവത്തിന്റെ ദൂതന്മാർ കയറുന്നു, ഇറങ്ങുന്നു, കയറുന്നു, ഇറങ്ങുന്നു. ആകാശവും ഭൂമിയും
സർവചരാചരങ്ങളും പിതാവാം ദൈവത്തെ വണങ്ങിയിടുന്നു. ആകാശവും ഭൂമിയും സർവചരാചരങ്ങളും പിതാവാം ദൈവത്തെ വണങ്ങിയിടുന്നു. സ്വപ്നമല്ല, ഇതു സത്യമാണ്. സ്വപ്നമല്ല, ഇതു സത്യമാണ്. ദൈവത്തിൻ ദൃശ്യ സ്വരൂപമാണ്. സ്വപ്നമല്ല, ഇതു സത്യമാണ്. ദൈവത്തിൻ ദൃശ്യ സ്വരൂപമാണ്. ആകാശവും ഭൂമിയും സർവചരാചരങ്ങളും പിതാവാം ദൈവത്തെ വണങ്ങിയിടുന്നു. പിതാവാം ദൈവത്തെ വണങ്ങിയിടുന്നു. ആകാശവും ഭൂമിയും ഭൂമിയിലെ സർവചരാചരങ്ങളും യഹോവയായ ദൈവത്തെ വണങ്ങി നിൽക്കുന്നു. സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്നു. യഹോവയായ ദൈവം ദാ നിൽക്കുന്നു സ്വർഗത്തിന്റെ വാതിലിൽ. സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം, യാക്കോബേ, നീ കിടക്കുന്ന ഈ സ്ഥലം ഞാൻ നിനക്കും നിന്റെ സന്തതികൾക്കും നിത്യ അവകാശമാക്കി തരും. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവമായ യഹോവ. നിന്റെ സന്തതികൾ ഭൂമിയിലെ പൊടി പോലെയാകും. അബ്രഹാമിനും ഇസഹാക്കിനും കൊടുത്ത വാഗ്ദത്തങ്ങൾ ഞാൻ നിനക്ക് സ്വന്തമാക്കി തരും. നീ മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. യാക്കോബേ, നീ പോകുന്നിടത്തേക്ക് ഞാൻ നിന്നോട് കൂടെയുണ്ട്. യാക്കോബേ, ഞാൻ നിന്നെ കൈവിടാതെ ഞാൻ നിന്നോട് അരുളി ചെയ്തതൊക്കെയും നിവർത്തിക്കും. അബ്രഹാമിനും ഇസഹാക്കിനും ദൈവം നൽകിയ അനുഗ്രഹമൊക്കെയും അബ്രഹാമിനും ഇസഹാക്കിനും ദൈവം നൽകിയ അനുഗ്രഹമൊക്കെയും പകർന്നു നൽകി. യാക്കോബിനു ദൈവം പകർന്നു നൽകി. പകർന്നു നൽകി. യാക്കോബിനു ദൈവം പകർന്നു നൽകി. യാക്കോബിനു ദൈവം പകർന്നു നൽകി. അബ്രഹാമിനും ഇസഹാക്കിനും ദൈവം നൽകിയ അനുഗ്രഹമൊക്കെയും. യാക്കോബ് ഉറക്കത്തിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു. അവൻ ഉറക്കെ സ്വയം പറഞ്ഞു, ഇത് ദൈവത്തിന്റെ ആലയം തന്നെ. യഹോവയായ ദൈവം ഇവിടെ വസിക്കുന്നു. എന്റെ പിതാവായ അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ ദൈവം ഈ സ്ഥലത്തുണ്ട്. ഈ സ്ഥലം എത്ര ഭയങ്കരം, എനിക്ക് പേടിയാവുന്നു. ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ. യാക്കോബ് അതിരാവിലെ പ്രഭാത സൂര്യൻ ഉണരുന്നതിന് മുമ്പ് ഉറക്കമണിറ്റു. തലയണയായി വച്ചിരുന്ന കല്ലെടുത്ത് നാട്ടി അതിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു. ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല. യാക്കോബ് ആ സ്ഥലത്തിന്, ലൂസ് എന്ന സ്ഥലത്തിന് പുതിയൊരു പേര് നൽകി. ഇതിനി ലൂസല്ല, ബേഥേൽ. ബേഥേൽ, ബേഥേൽ.
യാക്കോബ് അവിടെ നിന്നും യഹോവയായ ദൈവത്തോടൊരു നേർച്ച നേർന്നു. ഈ നേർച്ച നേരുക എന്ന് പറയുന്നത് വിശ്വാസികളാണ്, പക്ഷേ പൂർണ്ണ വിശ്വാസികളല്ല എന്നുള്ള ചിത്രം ഇവിടെ തെളിയുന്നു. യാക്കോബ് എന്തിനാണ് ദൈവത്തോട് നേർച്ച നേരുന്നത്? കാരണം ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല, ഏകനായി അനാഥനായി പോവുകയല്ലേ. അതുകൊണ്ടാണ് യാക്കോബ് ദൈവത്തോട് ഇങ്ങനെ നേർച്ച നേർന്നത്. പിതാവായ ദൈവമേ, അങ്ങനെ കാക്കുകയും എന്നോട് കൂടെ വരികയും എനിക്ക് ഭക്ഷണവും എനിക്ക് വസ്ത്രവും എനിക്ക് വസിപ്പാൻ സ്ഥലവും തരികയും ചെയ്യുകയാണെങ്കിൽ, മാത്രമല്ല ഞാൻ പോകുന്ന ദേശത്തിൽ നിന്നും മടക്കി എന്നെ വരുത്തുകയും ചെയ്യുകയാണെങ്കിൽ, ഇതെല്ലാം ചെയ്യേണ്ടത് ദൈവമാണെന്ന് യാക്കോബിന് അറിയാം. ചെയ്യുകയാണെങ്കിൽ ഞാൻ കല്ലുനാട്ടിയ ഈ സ്ഥലം എൻ്റെ ദൈവത്തിന് ആലയമായി ഞാൻ പണിയും. മാത്രമല്ല ഇന്നു മുതൽ എനിക്ക് ലഭിക്കുന്ന എല്ലാറ്റിൻ്റെയും ദശാംശം ഞാൻ എൻ്റെ ദൈവത്തിന് നൽകും. പ്രിയമുള്ളവരെ, യാക്കോബ് ഭാണ്ഡക്കെട്ടെടുത്ത് തോളിലിട്ടു, കയ്യിൽ വടിയുമായി ദാ പോകുന്നു. യാക്കോബിനോടൊപ്പം നമുക്കും പോകാം, നമുക്കും സഞ്ചരിക്കാം. ചരിത്രം അവസാനിക്കുന്നില്ല, എന്നാൽ ഈ ചരിത്രം ഇവിടെ ഇങ്ങനെ ഞാൻ പൂർണ്ണമാക്കുന്നു. സ്വർഗകവാടം ദേദേ, സ്വർഗകവാടം ദേദേ, സ്വർഗകവാടം ദേദേ.